ജ്ഞാനമുള്ളവരും പരിശുദ്ധാത്മാവുള്ളവരുമാണ് ദൈവ ശുശ്രൂഷ എഴുതിയത്. അത് മത്സരമാണെങ്കിലും സുവിശേഷമാണെങ്കിലും തന്നെ. പരിശുദ്ധാത്മാവില്ല നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്നിട്ട് പറഞ്ഞു, 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. അപ്പം അങ്ങനെ ഒരു കാര്യം വന്നു. ഈ പ്രശ്നം വന്നുകൊണ്ട് ഈ കാര്യത്തിലേക്ക് വരുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാൻ തന്നെ. അപ്പം എന്ന് പറഞ്ഞു, ഈ ഇടയന്മാർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാം. അപ്പം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വചനം തരുവാനും നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതിൽ തന്നെ ഞങ്ങൾ ഉറ്റിരിക്കും. ഞങ്ങൾ ഇതിനകത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ കുറവ് വരും. ഇവിടെ കുറവെന്നാൽ നിങ്ങളുടെ ആത്മീയമായിരിക്കുന്ന അനുഭവങ്ങളിൽ കുറവ് വരും. അപ്പോൾ നോക്കി, ഒരു ഇടയനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ വചന ശുശ്രൂഷയിലും ഇതിനോട് ചേർന്ന ഒരു കാര്യം കൂടെ പറയാൻ ആശിക്കാം. പിന്നെ എന്താണ്? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ സഭകളിൽ ശ്രദ്ധിച്ച് അതിന് മാത്രം ഇൻവോൾവ് ആയിരിക്കുക. ഇപ്പം നമ്മുടെ സഭകളിൽ നമുക്കൊരു കാര്യം പറയും, ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും പറയുന്നില്ല, പള്ളിയുടെ കാര്യമൊന്നുമില്ല, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ വരാനാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിൽ അധികം പേരും, എല്ലാവരും ഇല്ല, ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നില്ല. ഇവർക്ക് ഞായറാഴ്ച പ്രസംഗിക്കണം, മറ്റു വിധമായി എന്നിട്ട് വിവാഹ ശുശ്രൂഷ, പിന്നെന്താണ് സൗമടക്ക് ശുശ്രൂഷ, പിന്നെ അവരുടെ സ്വന്തം കാര്യം, ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കാര്യം. അവർക്ക് ലോകത്തിലെ പല കാര്യങ്ങളും ഇൻവോൾവ് ആകും. ചിലർ രാഷ്ട്രീയം കളിക്കാൻ പോകുന്നു, ചിലർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാൻ പോകുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ സഭ തകരുക.